വൈജു കൊട്ടക്കര ബാലേന്ദ്രകുമാർ വന്നു. ബാലേന്ദ്രകുമാർ ഈ പറയുന്ന രീതിയിൽ ആ വീട്ടിനകത്ത് ഈ ദൃശ്യങ്ങൾ ഇവർ കണ്ടത് ഞാൻ സാക്ഷിയാണെന്ന് ബാലേന്ദ്രകുമാർ പറഞ്ഞു. പോട്ടെ, ഈ പറയുന്ന സാംസങ്ങിന് ടാബ് അന്ന് ഹാജരാക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ് ബാലേന്ദ്രകുമാർ പറഞ്ഞ സാക്ഷിമൊഴികൾ, തെളിവുകൾ, വന്ന കൂമ്പാരക്കണക്കിന് തെളിവുകൾ കോടതിക്ക് ബോധ്യപ്പെടാതെ പോയത് എന്ന് ഈ ശിക്ഷാവിധിയുടെ വിധി പ്രസ്താവം അത് 12-ാം തീയതി അവരോടൊന്ന് കേൾക്കുന്നു. എന്താ മാത്രമേ മനസ്സിലാവും, വരട്ടെ. പക്ഷേ ശ്രീ ബൈജു കൊട്ടക്കര, ഈ 120B എന്ന് പറഞ്ഞ ഗൂഢാലോചന, ഈ ബാക്കി പറയുന്ന കോടതിക്കെതിരായ അവിശ്വാസം അതിജീവിതം രേഖപ്പെടുത്തിയത്, മെമ്മറി കാർഡിൽ ആരൊക്കെ എന്തൊക്കെയോ കാട്ടി എന്ന് പറഞ്ഞത് ഫാക്ട് ഫൈൻഡിങ്ങിൽ കണ്ടെത്തിയത്, ഫോറൻസിക്കിൽ കണ്ടെത്തിയത്, അത് പൂഴ്ത്തിവെക്കപ്പെട്ടത്, അതിൽ ആരും ശിക്ഷിക്കപ്പെടാത്ത പോലെയുള്ള ന്യൂനതകൾ അവിടെ നിൽക്കട്ടെ, അതൊക്കെ ഉണ്ട്. എങ്കിൽ പോലും 120B ഗൂഢാലോചന തെളിയിക്കൽ എത്രത്തോളം ദുഷ്കരമാണെന്ന് TP കേസിൽ മാത്രമല്ല ഇഷ്ടംപോലെ കേസുകളിൽ രാജ്യത്തെമ്പാടും നമ്മൾ കാണുന്നതാണ്. ഇവിടെ എത്ര തെളിവുണ്ടെന്ന് പറഞ്ഞാലും കോടതിയിൽ അത് പരസ്പരം കണ്ണിപൊട്ടാതെ ലിങ്ക് ചെയ്യൽ വെല്ലുവിളിയാണ്. ഈ പോരായ്മ അവിടെയും പറ്റിയിട്ടുണ്ടാകുമോ ശ്രീ ബൈജു കൊട്ടക്കര? എങ്ങനെയാണ് നമുക്ക് കണ്ണടച്ച് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ പറ്റുക? ആഷ്മി, അത് തന്നെ ഞാൻ പറയട്ടെ, എനിക്കൊരു ശകലം സമയം തരണം. ഇത് ഇത്രയും നേരം തള്ളാൻ വേറൊരു പാർട്ടിയില്ലായിരുന്നു. ഇപ്പൊ ജയിലിൽ കിടന്നിട്ട് പോലീസുകാരനോട് 10 സെക്കൻഡ് 20 സെക്കൻഡ് എന്ന് പറയുന്നത് കൊണ്ട് പകരം സജീവന്തായിട്ടുണ്ട് തള്ളുകൾക്കും ഈ നുണകളും ഒക്കെ ഇങ്ങനെ പടച്ചു വിടാനായിട്ട്. അതായിക്കോട്ടെ. പക്ഷേ എനിക്കാകും പറയാനുള്ളത്, ദിലീപ് ഇന്ന് ഇറങ്ങിയ ഉടനെ ആദ്യം പറഞ്ഞത് സർവശക്തനായ ദൈവമാണ് എനിക്ക് ഈ വിധി നേടിത്തന്നതെന്ന് പറഞ്ഞു. അങ്ങനെ സർവശക്തനായ ഒരു ദൈവമാണ് ഈ വിധി നേടിക്കൊടുത്തുണ്ടെങ്കിൽ അങ്ങനെ ദുഷ്ടനായ ഒരു ദൈവത്തെ ആരാധിക്കാൻ മനുഷ്യരെ എന്തിനാണ് ഇത്ര മെനക്കെടുന്നത് എനിക്കറിയാൻ പാടില്ല. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ജഡ്ജിയമ്മാവനാണ് ദിലീപിന് വിധി നേടിക്കൊടുത്തത്. ആ ജഡ്ജിയമ്മാവൻ എന്ന് പറഞ്ഞാൽ മുണ്ടക്കയത്തുള്ളൊരു അമ്പലമാണ്. ആ അമ്പലത്തിൽ എപ്പോഴും ഇടയ്ക്ക് പോയി ആ തൊഴുവാറൊക്കെ ഉണ്ട്, അവിടെ കൊണ്ടുപോയി പൂജയൊക്കെ നടത്താറുണ്ട് ദിലീപ്. അതുകൊണ്ട് ജഡ്ജിയമ്മാവൻ്റെ കരുണ കൊണ്ട് ദിലീപ് രക്ഷപ്പെട്ടു എന്ന് മാത്രം ആണ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ പറയാൻ പറ്റുള്ളൂ. ഞാൻ പറയാൻ വരുന്ന ചില കാര്യങ്ങൾ ഈ സജീവതയായിട്ട് കുറേ പ്രസംഗിച്ചു വിടുന്നുണ്ട് ഇപ്പൊ കുറേ നേരങ്ങളായിട്ട്. ഈ കേസിനകത്ത് 1 മുതൽ 6 വരെ പ്രതികളെ ശിക്ഷിച്ചു, ശരിയല്ലേ? കോൺസ്പിറസി ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. ആരാണ് കോൺസ്പിറസി ഉണ്ടാക്കിയത്? ആരാണെന്ന് പറയണം. ഇന്ന് രാവിലെ മുതൽ ഈ സജീവതയായിട്ട് ഉൾപ്പെടെയുള്ള ആളുകൾ, ദിലീപ് രാവിലെ തന്നെ മഞ്ജു വാര്യരിലങ്ങ് തുടങ്ങി. മഞ്ജുവിന്റെ ആ പ്രസ്താവന മുതലാണ്, മഞ്ജു പറഞ്ഞത് മുതലാണ് എന്നെ ക്രൂശിക്കാൻ നോക്കിയത്. ഒന്ന്, സജീവന്തായിട്ട് വന്നിട്ട് പറഞ്ഞു. അതിന്റെ കൂടെ പിന്നെ ഒരാളും കൂടെ ഉണ്ട്, ശ്രീകുമാർ മേനോനും കൂടെ ചേർത്തു മഞ്ജു വാര്യരുടെ കൂടെ. അതിനിടയ്ക്ക് ഒരു അഡ്വക്കേറ്റ് വന്നിട്ട് പിന്നെ എന്താണ് ഒരു പെരുമന, അയാൾ വന്നിട്ട് ആ അഡ്വക്കേറ്റ് ഒരു ചാനലിൽ പറയുന്നത് കേട്ടു, ഇത് പിന്നെ ബി സന്ധ്യ IPS ആണ് ഇതിന്റെ ഒരു പിന്നെ എന്താണ് കോൺഫറൻസിൽ കൂടെയുള്ള ആളെന്ന് പറയുന്നു. അപ്പൊ ഇവരുടെ ഉദ്ദേശം മനസ്സിലായില്ലേ? ഇനി ഒരു പ്രൊപ്പഗൻഡ ഉണ്ടാക്കുകയാണ്. 2-3 പേരെ പുറത്തു നിന്നുള്ള ആളുകളെ ഇവരെ എല്ലാം കൂടെ ചേർന്നാണ് ഗൂഢാലോചന ഉണ്ടാക്കിയതെന്നുള്ളൊരു പ്രൊപ്പഗൻഡ. അതിനിപ്പോ PR വർക്കുകളായിട്ട് പുറത്തു വരും. ഒന്നത്. 2, ഈ കോടതിയിലെ കാര്യങ്ങൾ ആശ്മി നേരത്തെ ചോദിച്ച പോലെ തന്നെ ഈ അതിജീവിത 4 പ്രാവശ്യമാണ് ഈ ജഡ്ജിനെ വിശ്വാസമില്ല എന്തോ കോടതിയിൽ പറഞ്ഞപ്പോ ഒന്ന് നോട്ട് ചെയ്യേണ്ട മാഡം എന്ന് ചോദിച്ചപ്പോ നിന്റെ സ്റ്റെനോ അല്ല ഞാൻ എന്നാണ് പറഞ്ഞതെന്നാണ് അതിജീവിത പറഞ്ഞത്. അങ്ങനെയുള്ള ആ അതിജീവിത 4 പ്രാവശ്യം സുപ്രീം കോടതി വരെ പോയി ഈ ജഡ്ജിനെ മാറ്റാൻ. എന്നിട്ട് എന്തുണ്ടായി? ഒന്നും ഉണ്ടായില്ലല്ലോ. എന്നിട്ട് അത് മാറിയതുമില്ല, മാറ്റിയതുമില്ല, അത് പോയി. അപ്പൊ അന്ന് മുതൽ തന്നെ ഇത് ചില സംശയങ്ങൾ ഉടലെടുത്തിരുന്നു. എല്ലാവർക്കും ഈ വിധിയുടെ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന അതിജീവിതയുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്കും സജീവതയുടെ ഉൾപ്പെടെയുള്ള ആളുകൾക്കെല്ലാം ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി അന്ന് മുതലേ ചില ധാരണകളൊക്കെ ഉണ്ടായിരുന്നു. ഇല്ലെങ്കിൽ പിന്നെ ഇന്നലെ രാത്രി തന്നെ പടക്കമൊക്കെ മേടിച്ചു വെച്ച് ഇന്നലെ രാത്രി തന്നെ ലഡുവൊന്നും പിന്നെ അവിടെ ആലുവയിലും കോടതിയിൽ അവിടെയൊന്നും മേടിച്ച് വെക്കത്തില്ലല്ലോ. അതെന്തോ ആയിക്കോട്ടെ, ലഡു മേടിക്കുന്നു പടക്കം പൊട്ടിക്കുന്നു നോക്കി അവരുടെ കാര്യം. പക്ഷെ എന്താണെങ്കിലും ഈ കേസിനകത്ത് ഇതേപോലെയുള്ള നിരവധി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സജീവൻ തന്നെ നേരത്തെ സൂചിപ്പിച്ചു. ഈ ആദ്യത്തെ ഘട്ടത്തിലെ ആദ്യത്തെ ഘട്ട അന്വേഷണത്തിൽ ഞാൻ പറഞ്ഞത്, അത് യൂട്യൂബിലേക്ക് കിടപ്പുണ്ട്, ഞാൻ അതിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്, ആ അന്വേഷണം അന്ന് അവസാനിക്കാറായ സമയത്ത് ഈ കോൺസ്പിറസി തെളിയിക്കാനുള്ള ചില രേഖകളുടെ അഭാവമുണ്ട്. അതുകൊണ്ട് ആ കേസിന്റെ ഗതി എന്താകും എന്നൊരു ചിന്ത അന്നുണ്ടായിരുന്നു. അത് സത്യം തന്നെയാണ്. അത് മാത്രമല്ല, 2 പ്രോസിക്യൂട്ടർമാർ പോരാ, ഈ ജഡ്ജിയാണെങ്കിൽ ഞങ്ങൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. ഇത് വെച്ച് പോയി. സജീവയുടെ ഞാൻ പറയട്ടെ, നിങ്ങളുടെ സമയം കഴിഞ്ഞു, ഞാൻ പറയട്ടെ. അതായത് 2 പ്രോസിക്യൂട്ടർമാർ, പബ്ലിക് പ്രോസിക്യൂട്ടർമാർ ഈ ജഡ്ജിയുടെ മുമ്പിൽ പിന്നെ വാദങ്ങൾ നിരത്താൻ ഞങ്ങളില്ല എന്നുള്ള നിലയിൽ ഇറങ്ങിപ്പോയി. അതിനെ ചോദ്യം ചെയ്യാൻ ആരും ഉണ്ടായില്ല. അതിനുശേഷമാണ് പിന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ ശ്രീ അജയകുമാർ വന്നത്, TV മിനിയൊക്കെ സഹായിക്കാനായിട്ട് പോയത്. അപ്പോ അങ്ങനെ ഒരു കേസ് കേട്ട അവിടെ ഈ FSL ലാബിലിരുന്ന 3 പിന്നെ മെമ്മറി കാർഡുകൾ അത് അവിടുന്ന് പിന്നെ ഇല്ലീഗലി ആക്സസ് ചെയ്തു എന്ന് പറഞ്ഞൊരു കേസുണ്ടായി. ഇത് ഇല്ലീഗലി ആക്സസ് ചെയ്തിട്ട് ഇതിനെക്കുറിച്ചൊരു അന്വേഷണമേ വേണ്ട എന്ന് പറഞ്ഞ് 8ാം പ്രതിയായ ദിലീപാണ് ഹർജി കൊടുത്തത്. അയാൾക്ക് എന്താണ് അവകാശം?
8ാം പ്രതിയായ ദിലീപിന് എന്താണ് അവകാശം? ഈ ഇല്ലീഗൽ ആക്സസ് കോടതിയിൽ നിന്നൊരു മെമ്മറി കാർഡ് പോയി, അത് കണ്ടെടുക്കണം എന്ന് പറഞ്ഞ് അതിജീവിത ഒരു പരാതി കൊടുത്തപ്പോ എന്താണ് അത് അന്വേഷിക്കേണ്ടെന്ന് പറയാനുള്ള കാരണം എന്താണ്? FSL ലാബിൽ നിന്ന് വന്ന റിപ്പോർട്ട് 1.5 വർഷം എന്തിനാണ് ഈ വിചാരണ കോടതിയിൽ പൂഴ്ത്തി വെച്ചിരുന്നത്? എന്നിട്ട് എന്തിനാണ് അവസാനം നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചു കൊടുത്തത്? ഇതൊക്കെ ആടിനെ പട്ടിയാക്കുന്ന രീതിയിലല്ലേ ശ്രീ ഹാഷ്മി? നമ്മളൊക്കെ ഈ കേരളത്തിൽ ജനിക്കുന്ന ആളുകളല്ലേ? നീതിപീഠത്തോട് നമുക്ക് എല്ലാവർക്കും വിശ്വാസമുണ്ട്, അതിന് യാതൊരു തർക്കവും ഇല്ല. നീതിപീഠത്തെ ആരും ഒന്നും പറയുന്നില്ല. ഇന്ന് ഉണ്ടായ വിധി പോലും ടെക്നിക്കലി അംഗീകരിക്കുന്നു. പക്ഷേ മനസാക്ഷിയുടെ കോടതിയിൽ അത് അംഗീകരിക്കാൻ പറ്റില്ല, ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. ആ പെൺകുട്ടിയുടെ വേദന, അതിന്റെ ആ പറയുന്ന മെമ്മറി ശരി ആ വേദനയ്ക്ക് നമ്മളെല്ലാവരും ആ വേദനയ്ക്ക് അക്കാര്യം തർക്കമില്ല. പക്ഷെ ഞാൻ ചോദിച്ചത് താങ്കൾ ഈ പറയുന്ന ന്യൂനതകളായി തന്നെ നിൽക്കുമ്പോഴും ചോദ്യങ്ങളായി തന്നെ നിൽക്കുമ്പോഴും ശരി ഞാൻ മാത്രം അല്ലല്ല ആഷ്മി ഒരു പ്രശ്നം ഒറ്റ വരി ആഷ്മി ഇവിടെ പ്രശ്നം അറിയാം. ചാനലിൽ മാത്രമേ തെളിവുള്ളൂ, കോടതി തെളിവില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ സമർപ്പിക്കപ്പെട്ട തെളിവുകൾ എന്തുകൊണ്ട് കോടതിക്ക് ബോധ്യമായില്ല എന്ന് വിധി പ്രസ്താവം വരുമ്പോൾ നമുക്ക് സംസാരിക്കാം. നമുക്ക് അന്ന് വീണ്ടും ഇരിക്കാം. കോടതിയിലെ തെളിവുകൾ എന്താ? നമുക്കന്ന് വീണ്ടും ഇരിക്കാം. എന്തൊക്കെയാണോ നമുക്ക് തെളിവുള്ള മല പോലെ തെളിവുണ്ടായില്ലേ? തെളിവ് കൂമ്പാരം ഉണ്ടായില്ലേ? ആ തെളിവ് കൂമ്പാരങ്ങൾ കോടതിക്ക്, നമ്മൾ കോടതിയെ വിശ്വസിക്കുന്നു, നമ്മൾ കോടതിയെ ബഹുമാനിക്കുന്നു, ആ വിധിയെ ബഹുമാനിക്കുന്നു. ആ തെളിവ് കൂമ്പാരങ്ങൾ കോടതിക്ക് ബോധ്യപ്പെടുത്താനായില്ല. എന്തുകൊണ്ട് ബോധ്യപ്പെട്ടില്ല എന്ന് റീസണബിളായി വിധി പ്രസ്താവത്തിൽ ഉണ്ടാവണം. നമ്മൾ പ്രതീക്ഷിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.